നിർധനരായ 10 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് കൊല്ലം തലൂർ പാണ്ടിത്തിട്ട കോക്കാട്ടുവിളയിൽ ജോസ് ആലീസ് ദമ്പതിമാർ. ഓർമ്മ വില്ലേജ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ പൂർത്തിയായ 5 വീടുകളുടെ താക്കോൽദാനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അടുത്തയാഴ്ച നിർവഹിക്കും. അമേരിക്കൻ മലയാളി ദമ്പതികളായ ജോസ് പുന്നൂസും ഭാര്യ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ആലിസ് ജോസുമാണ് നിർധനരായ വിധവകൾക്കും രോഗികൾക്കും അർഹതപ്പെട്ടവർക്കുമായി വീട് നിർമ്മിച്ചു നൽകുന്നത്. ജോസ് ആലിസ് ദമ്പതികൾ മാതാപിതാക്കളുടെ സ്മരണാർത്ഥമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 2ാം ഘട്ടത്തിൽ 5 വീടുകളുടെ ഉദ്ഘാടനവും താക്കോൽദാനവും ഏപ്രിൽ 7-ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിക്കും. വളരെ സന്തോഷം തോന്നുന്നു. ഇതിപ്പോൾ 5 പണിഞ്ഞു, 10 ആവട്ടെ, 15 ആവട്ടെ. എൻ്റെ ആഗ്രഹം പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതൽ വീടുകൾ പണിഞ്ഞ് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദർഭം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമായി മാറട്ടെ. കാരണം ഇവരുടെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒട്ടേറെ ആൾക്കാർ വേദനയിൽ വീടില്ലാതെ രോഗികളായിട്ടുള്ളവരെ വലിയ സ്വപ്നമായിട്ട് ജീവിതത്തിൽ കണക്കാക്കുന്നവരുണ്ട്. പക്ഷേ മാതൃകാപരമായിട്ട് ജോസ് പുന്നൂസും ആലീസ് മാമും ചെയ്ത ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം അമേരിക്കൻ മലയാളികൾക്ക് പ്രചോദനമാകട്ടെ. കൊല്ലം പത്തനാപുരം തലവൂർ പാണ്ടിത്തിട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ എംഎൽഎമാരായ മോൻസ് ജോസഫ്, ചാണ്ടി ഉമ്മൻ, ഫ്ലവേഴ്സ് TV 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ. ശ്രീകണ്ഠൻ നായർ, പ്രമുഖ ഗായകൻ MG ശ്രീകുമാർ, സാജ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ് തുടങ്ങിയവർ സംസാരിക്കും. ആദ്യഘട്ടത്തിൽ വീട് ലഭിച്ചവരും ഏറെ സന്തോഷത്തിലാണ്. 3 മാസമായി ഞാൻ ഇവിടുത്തെ ഒരു അംഗമായിട്ട്. ഇവിടുത്തെ 1ാം നമ്പർ വീട് വന്ദനാദാസിൻ്റെ പേരിൽ സാറ് ഡെഡിക്കേറ്റ് ചെയ്ത വീട്, അത് കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. അവിടെ ഇപ്പം 3 മാസമായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 5 വീടുകൾ നിർധനർക്കായി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ മലയാളികളുടെ സഹായത്തോടെ ദമ്പതികൾ 5 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുന്നത്. 24 കൊല്ലം.